ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മോഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർ അവരുടെ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് എന്ന് പറയാനായിട്ടാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ഇൻറ്റഗ്രേഷൻ ഡേ 1, ഡേ 2, ഡേ 3, അതായത് ഉത്കൃതനം 1ാം ദിവസം, 2ാം ദിവസം, 3ാം ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ അതിൽ മക്കൾക്ക് ഗണിതത്തിൽ നിന്നും മലയാളത്തിൽ നിന്നും ഒരുപോലെ ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ. മുന്നേയുള്ള ഒരു വീഡിയോയിലോ ടീച്ചർ ഗണിതത്തിൽ നിന്ന് കൂട്ടുകാരെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. ചിത്രക്കാർഡ് വായിക്കാം, ചിത്രവുമായി വരച്ച് യോജിപ്പിക്കാം. അപ്പം മക്കൾക്ക് അവിടെ കുറച്ച് ചിത്രവും തന്നിട്ട് അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് വാക്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ചിത്രവും നോക്കുക, അതുപോലെ തന്നെ വാക്യങ്ങളും വായിച്ച് നോക്കിയിട്ട് ചിത്രത്തിന് യോജിച്ച വാക്യത്തിന് നേരെ വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ടീച്ചർ ഇത് പഠിക്കാനായിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ മക്കളെ, ആദ്യത്തെ ചിത്രം എന്താണ്? ഒരു കുട്ടി കുട ചൂടി നിൽക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിന് നേരെ വരച്ച് ചേർത്ത വാക്യം ഏതാണെന്ന് നോക്കിക്കേ. വിമല കുട ചൂടി, ആ വാക്യമാണ് അതിന് ചേരുന്നത് അല്ലേ. രണ്ടാമത്തെ ചിത്രം നോക്കിക്കേ, എന്താണ്? ഒരു പറവ പറന്ന് പോവാണ് അല്ലേ. അപ്പം അതിന് നേരെയുള്ള വാക്യം ഏതാന്ന് നോക്കിക്കേ മക്കളെ. ഏത് വാക്യത്തിലോട്ടാണ് വരച്ചത്? പറവ പറന്നു. അടുത്ത നോക്കിക്കേ മക്കളെ, എന്താണ് ചിത്രത്തിൽ കാണുന്നത്? കീരിയാണ് അല്ലേ. അതിന് നേരെ വരച്ച വാക്യം ഏതാണ്? കീരി നടന്നു. അടുത്ത ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ചെറിയ കോഴി അരി തിന്നാണ് അല്ലേ. അപ്പോൾ അതിന് നേരെ വരച്ച വാക്യം നോക്കിക്കേ. കുഞ്ഞിക്കോഴി അരി തിന്നു. ഇനി അടുത്തതായിട്ട് മക്കളുടെ പറഞ്ഞത് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ആ ഒരു ചിത്രത്തിന് യോജിച്ച വാക്യം സ്വയം എഴുതാനാണ്. എന്തിൻ്റെ ചിത്രമാണ് മക്കളെ? മഴ പെയ്യുന്ന ഒരു ചിത്രമാണ് അല്ലേ. അപ്പോൾ മക്കൾക്ക് എന്ത് എഴുതിയാൽ മതി? അവിടെ മഴ പെയ്യുന്നു എന്ന് എഴുതിയാൽ മതി അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വലുത് ചെറുത് വായിക്കാം കണ്ടെത്താം. അപ്പം മക്കൾക്ക് അവിടെ വായിക്കാനായിട്ട് കുറച്ച് വാക്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. നോക്കിക്കേ. താര പഴം മുറിച്ചു, വലുത് മതി കാക്ക പറഞ്ഞു, ചെറുതു മതി കോഴി പറഞ്ഞു, വലുതും ചെറുതും തത്ത പറഞ്ഞു. അപ്പോൾ ഇതാണ് മക്കൾക്ക് അവിടെ വായിക്കാനായിട്ട് തന്നിട്ടുള്ളത് കേട്ടോ. ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് ചോദ്യങ്ങളുള്ളത്. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. തത്ത പറഞ്ഞതിന് ചുറ്റും വട്ടം വരയ്ക്കുക. തത്ത എന്താണ് മക്കളെ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? ചെറുതും വലുതും എന്നതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു വരിയിലാണ് മക്കൾ വട്ടം വരയ്ക്കേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വലുത് മതി എന്ന് പറഞ്ഞത് ആര്? ആരാണ് മക്കളെ വലുത് മതി എന്ന് പറഞ്ഞത്? കാക്കയാണ് അല്ലേ. അപ്പം മക്കൾ അവിടെ എന്തെന്ന് എഴുതണം? കാക്ക എന്ന് വേണം എഴുതാനായിട്ട്. അടുത്ത ചോദ്യം നോക്കിക്കേ. ക വരുന്ന വരികൾക്ക് അടിയിൽ വരയ്ക്കുക. അപ്പോൾ ക എന്ന് പറയുന്ന അക്ഷരം ഏതൊക്കെ വരിയിൽ വന്നിട്ടുണ്ടോ അതെല്ലാം കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം മക്കൾ? ആ വരി അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഇവിടെ ഏതൊക്കെ വരിയിലാണുള്ളത്? 3ാമത്തെ വരിയിൽ ക ഉണ്ട് അല്ലേ. കാക്ക പറഞ്ഞു എന്നതിൽ ക വരുന്നുണ്ട്. പിന്നെയോ 5ാമത്തെ വരിയിൽ അല്ലേ കോഴി പറഞ്ഞു, അവിടെയും ക വരുന്നുണ്ട് അല്ലേ. അപ്പം മക്കളത് കണ്ടെത്തിയിട്ട് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചിത്രകഥ പടം നോക്കാം എഴുതാം. മക്കൾക്ക് അവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ചിത്രത്തിന് യോജിച്ച വാക്യം മക്കൾക്ക് താഴെ തന്നിട്ടുള്ള ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതണം കേട്ടോ. ആദ്യത്തെ ചിത്രം നോക്കിക്കേ മക്കളെ. എന്താണ്? ഒരു മരം അവിടെ ഉണ്ട് അല്ലേ. അതിനടുത്തേക്ക് ആരാണ് പാറി വരുന്നത്? കാക്കയാണ് പാറി വരുന്നത് അല്ലേ. അപ്പം മക്കൾക്ക് അവിടെ ഏത് വാക്യം എഴുതാം? കാക്ക വന്നു എന്ന് പറയുന്ന വാക്യം സെലക്ട് ചെയ്ത് എഴുതാം അല്ലേ. ഓക്കെ മക്കളെ, രണ്ടാമത്തെ ചിത്രം നോക്കിക്കേ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ കാക്ക എന്ത് ചെയ്യുന്നുണ്ട്? ചക്ക കൊത്താണ് ചെയ്യുന്നത് അല്ലേ. അപ്പം മക്കൾക്ക് അവിടെ എന്ത് എഴുതാം? ചക്ക കൊത്തി എന്ന് എഴുതാം അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ചിത്രം നോക്കൂ. എന്താണ് സംഭവിച്ചത്? നമ്മുടെ ചക്ക താഴേക്ക് വീണിട്ടുണ്ട് അല്ലേ. അപ്പം മക്കൾ അവിടെ എന്ത് എഴുതണം? ചക്ക വീണു എന്ന് വേണം എഴുതാനായിട്ട്. അവസാന ചിത്രം നോക്കിക്കേ. അവിടെ മറ്റൊരാൾ കൂടി വന്നിട്ടുണ്ട് അല്ലേ. ആരാണ്? കോഴി വന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് അവൾ എന്ത് ചെയ്യാണ്? ചക്ക കൊത്തുകയാണ് അല്ലേ. അപ്പം മക്കൾ അവിടെ എന്ത് എഴുതണം? കോഴി കൊത്തി എന്ന് വേണം എഴുതാനായിട്ട്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതേ രീതിയിൽ വേണം ആ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാനായിട്ട്. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ. വെള്ളത്തിലെ കൂട്ടുകാർ. വെള്ളത്തിലെ കൂട്ടുകാർക്ക് നിറം നൽകൂ. അപ്പം മക്കൾക്ക് അവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അതിൽ വെള്ളത്തിലെ കൂട്ടുകാർക്ക് മാത്രം മക്കൾ എന്ത് ചെയ്യണം? ആദ്യം നിറം നൽകണം കേട്ടോ. അതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ഇതിൽ ജലത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ജീവി ഏത്? ഏത് ജീവിക്കാണ് മക്കളെ ജലത്തിൽ മാത്രം ജീവിക്കാനായിട്ട് പറ്റുന്നത്? മീനിനാണ് അല്ലേ. അത് ജലത്തിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ അല്ലേ. അപ്പം തവളയോ ആമയോ ഒക്കെ ആണെങ്കിലോ അത് കരയിലും വെള്ളത്തിലൊക്കെ നമുക്ക് കാണാം അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.